ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, വലിയ സംഘർഷം ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കർഷകരുടെ വാഹനങ്ങൾ ബാരിക്കേഡുകളും മുള്ളുവേലികളും ഉപയോഗിച്ച് പോലീസ് തടഞ്ഞതോടെ കർഷകർ കാൽനടയായി അതിർത്തി മുറിച്ച് കടന്നിരുന്നു റോഡിന്റെ വശങ്ങളിലൂടെ. ആ ഘട്ടത്തിലാണ് പോലീസ് കണ്ണീർ വാതക ഗ്രനേഡുകൾ കർഷകർക്ക് നേരെ പ്രയോഗിച്ചത്. വലിയ തോതിലുള്ള പ്രയോഗം കണ്ണീർ വാതക ഗ്രനേഡുകളുടെ ഈ പ്രദേശത്ത് ഉണ്ടായി. പ്രദേശം മുഴുവൻ പുകയാൽ മൂടപ്പെട്ട സാഹചര്യമായിരുന്നു. ഒട്ടേറെ കർഷകർക്ക് ഇതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വാസതടസ്സം അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചതോടെയാണ് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിന് സമാനമായി റോഡുകൾ ഒഴിവാക്കിക്കൊണ്ട് കൃഷിഭൂമിയിലൂടെ അതിർത്തി പ്രദേശങ്ങൾ മുറിച്ചു കടക്കാൻ കർഷകർ ആരംഭിച്ചത്. ശംഭുവിൽ ഇത്തരത്തിൽ വയലിലൂടെ കർഷകർ അതിർത്തി മുറിച്ച് കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവരെ തടയുന്നതിനായി വീണ്ടും കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ച കണ്ണീർ വാതക ഷെല്ലുകളാണ് വയലിലൂടെ അതിർത്തി മുറിച്ച് കടക്കുന്ന കർഷകർക്കെതിരെ പോലീസ് പ്രയോഗിച്ചത്. തുടർന്നാണ് കർഷകർ പോലീസിന് നേരെ കല്ലേറ് നടത്തിയത്. ഏറ്റുമുട്ടൽ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. നൂറുകണക്കിന് കർഷകരാണ് ഇത്തരത്തിൽ വയലിലൂടെ അതിർത്തി മുറിച്ച് സമരത്തിനായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയുന്നതിനായി പോലീസിന്റെ വലിയ വിന്യാസം ഈ പ്രദേശത്തുണ്ട്. പോലീസിനെ കൂടാതെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ സംഘർഷം ആരംഭിച്ചത് ശംഭു അതിർത്തിയിൽ തന്നെയാണ്. 2020 കർഷക പ്രക്ഷോഭത്തിലും സമാനമായി ഡൽഹി അതിർത്തിയിലെ ശംഭു അതിർത്തിയിലാണ് ഏറ്റവും വലിയ സംഘർഷത്തിന് ആദ്യഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചത്. സമാനമായ രംഗങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വയലിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡുകൾ തുടർച്ചയായി പോലീസ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഉള്ള ഈ കണ്ണീർ വാതക ഗ്രനേഡിന്റെ പ്രയോഗം ഇന്ന് രാവിലെ പോലീസ് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ. അത് വിജയകരമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കർഷകർക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രയോഗം പോലീസ് ഉപയോഗിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് ആദ്യമായാണ് ഇത്തരത്തിൽ കർഷകർക്കോ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡുകളുടെ പ്രയോഗം നടത്തുന്നത്. അത് ഈ കർഷകർക്ക് നേരെ ആദ്യമായി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതിനെ മറികടക്കുന്നതിനായി പോലീസിനും ഡ്രോണുകൾക്കും നേരെ കർഷകർ കല്ലെറിയുകയാണ്. എന്തായാലും നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നും സർക്കാരുമായി ചർച്ചയ്ക്ക് അതേസമയം ഏത് ഘട്ടത്തിലും തയ്യാറാണ് എന്നും തന്നെയാണ് കർഷകരുടെ നിലപാട്. സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. റിജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാന റോഡുകളെല്ലാം പ്രധാന വഴികളെല്ലാം അടച്ചതിനെ തുടർന്ന് മറ്റ് വഴികളിലൂടെ ഡൽഹിയിലേക്ക് എത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ശംഭു അതിർത്തിയിൽ കടുത്ത സംഘർഷമുണ്ടാകുന്നു. പോലീസും കർഷകരും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക്, പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്.